നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി. സംസ്ഥാന സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത്. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലാനാണ് അനുമതിയുള്ളത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 ജില്ലാതല ഉദ്ഘാടനം കൊല്ലത്ത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നു. കൊല്ലം കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് ജൂൺ 16 രാത്രി സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ മനസ്സാക്കാതെ കിട്ടി. നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. എല്ലാവരും അറിഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അവനെ വിട്ടേക്കും. അങ്ങനെ നമ്മൾ പോത്തില്ല ചോദിക്കും. പരാതിയുണ്ടോ? എനിക്ക് പരാതിയുണ്ട്. അങ്ങനെ ആ പരാതി പിന്നെ എൻ്റെ മോൻ പഴുപ്പ് പോയില്ലേ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറാണ് പറഞ്ഞത് മൊത്തവും പഴുപ്പായി പോയെന്ന് പറഞ്ഞു. എക്സ്റേയും സ്കാനിങ്ങും എല്ലാം എടുത്തപ്പോഴത്തേക്ക് വാരിയലിന് പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത്. എന്തോ മരുന്നിന്റെ സ്റ്റിക്കറാണ്. ലെൻസിലോട്ട് ആവൂന്ന് പറഞ്ഞു. ശരീരം ബോഡി അനക്കല്ലു എന്നെല്ലാം പറഞ്ഞാൽ വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുവന്നത്. കുനിച്ചീർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ തല വണ്ടിക്കകത്ത് വെച്ച് ജീപ്പിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെന്നാ പറഞ്ഞത്. അത് ഇക്ക പബ്ലിക്കായിട്ട് എന്നാ പറഞ്ഞത്. രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേഷനകത്ത് അവർ പറയുന്ന റെക്കോർഡ് എന്താ വോയിസ് ഉൾപ്പെടെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് എടുത്താൽ കിട്ടും. ആ റെക്കോർഡിനകത്ത് കാണും. എൻ്റെ ഇക്ക ഉറക്കെ പറഞ്ഞത്. രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വഴക്കിനോ അടിക്കോ ഒന്നും പോവാതെ നേരെ ചൊവ്വേ നിന്ന ആളെ പിന്നെ ഈ പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അങ്ങ് ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായി, അങ്ങ് ശ്വാസം മുട്ടായി. ഇത്രയായി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സിയാദിന്റെ വാരിയല് പൊട്ടിയെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഭാര്യ ആരോപിക്കുന്നു. ജൂൺ 16 ഒരു 12 മണി കഴിഞ്ഞാണ്. അന്നേരം ഒരു മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞാണ് പിടിച്ചോണ്ട് പോകുന്നത് വീട്ടിൽ നിന്ന്. എന്നിട്ട് കോവിലുമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയെന്നോ അങ്ങനെ എന്താ പറഞ്ഞു ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. മുതലത്ത് നല്ല അണക്ക് ഇടിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞു. ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസാണ് ഇടിച്ചതെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അത് സ്റ്റേഷനിൽ വെച്ചല്ലായിരുന്നു ആദ്യം പറയുന്നത്. ഞങ്ങളന്നേരം വണ്ടി കാത്ത് നിൽക്കുമ്പോൾ ഉണ്ട് ഞങ്ങളുടെ പപ്പാടെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നു. അങ്ങനെ എടുത്തപ്പോൾ ഉണ്ട് പറയുന്നത് അമ്മ ചോദിച്ച് എന്തിനാ പിടിച്ചോണ്ട് പോയെന്നൊക്കെ തിരക്കിയായിരുന്നു. തിരക്കേൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് എന്നെ ഇങ്ങനെ പോലീസുകാർ ഇടിച്ച് ഇനിയും ഇടിക്കൂന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. വേഗം വാടി എന്ന് പറയുകയും ചെയ്തമ്മ. കുണ്ടറ സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബം ഗുരുതരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിയാദനൊരു 17 ഉച്ചയോട് തന്നെ വിളിച്ചിട്ടുണ്ടായി. ഇതിനൊരു എൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ 16 രാത്രി 12 മണിക്ക് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി. ഒരു കാര്യം തിരക്കാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയി ഒരു പെരുമ്പഴേക്കും കേരളത്തിൽ നിന്ന് സ്ഥലത്ത് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയെന്ന്. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറയാൻ പറഞ്ഞു. എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ചെയ്തിട്ടില്ല, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ മകൾ സിയാദ് കാര്യം പറഞ്ഞു. ഈ വിഷ്ണുവിൻ്റെ മകളും വേറൊരു പയ്യൻ്റെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം
അതുമായിട്ട് സിയാദ് വിലക്കിയെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസിൽ നിന്ന് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിലെ ഇളയ ഇറക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായി ഇടിക്കുകയായിരുന്നു പോലീസുകാർ. ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു. കാര്യം പറഞ്ഞു എനിക്ക് വയ്യ, ഒട്ടും വയ്യ, ചുമ കാര്യങ്ങൾ, വാരിയെല്ലാം എടുക്കാൻ വയ്യ. പക്ഷേ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞ പയ്യൻ സ്റ്റേഷനിൽ വന്നു. അതിന് ശേഷമാണ് സിയാദിനെ വിടുന്നത്. വന്ന് പറഞ്ഞ സാറേ ഞാൻ വീട്ടിലെ വഴക്കിൽ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് ഇത് പങ്കും കാര്യമൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാദിനെ വിടുന്നത്. പക്ഷേ ഇത് ഈ കൊച്ച് മുഖേനയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. ഈ 15 വയസ്സുള്ള പെൺകൊച്ച്. സംഭവത്തിനിടെ സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നു. ഹലോ ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തയാന്നോ. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ കസ്റ്റഡി മർദ്ദന പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിയോട് റിപ്പോർട്ട് തേടി. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കൊല്ലം ജില്ലാ TB സെന്ററിൽ നടന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം TB സെന്ററിൽ സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഭക്ഷണം മെയിനായിട്ട് കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തീർച്ചയായും സർക്കാരിന് ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് രീതിയിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും ഓരോ പ്രോഡക്ട്സിന്റെ ഫുഡ് പ്രോഡക്ട്സിന്റെ കണ്ടൻസ് എന്ന് പരിശോധിച്ച് നോക്കുന്നു. ആ കണ്ടൻസിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ. ഈ വെറ്ററിനാരോഗ്യ സെന്ററിൽ പെട്ടു ഈ കുട്ടനാട് പഞ്ചായത്തിൽ കാര്യമുണ്ടായി നമ്മൾ എല്ലാ വകുപ്പുകളിലും മീറ്റിംഗ് വിളിച്ച് ലേഖനം നടത്തി വെള്ളം സാമ്പിളുകൾ അയച്ചപ്പോൾ ഏതാണ്ട് എല്ലാത്തിനും ഗുരുതര രോഗം വരുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. റവന്യൂ ടാക്സിൽ ഒരിക്കലും അതുണ്ടാവില്ല. കാരണം പഞ്ചായത്ത് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും സിറ്റി ഏരിയ പോലെ ഒരുപാട് ആളുകൾ പിന്നീട് സ്ഥലമല്ലല്ലോ. പക്ഷെ അങ്ങനല്ല, അടുത്തടുത്ത വീടുകൾ വരികയും സെപ്റ്റി ടാങ്കുകൾ ഉൾപ്പെടെ ഇങ്ങനെ കൂടുതലാകുമ്പോൾ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും നമുക്ക് ശ്രദ്ധ വേണം. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിലെ ഭക്ഷണത്തെക്കാൾ ഹോട്ടലുകൾ, മറ്റു ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത് തടയാൻ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഉത്സവ സമയങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിതാന്ത ജാഗ്രത പുലർത്തണം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്താൻ ബോധവൽക്കരണ പരിപാടികൾ വിപുലീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ അനുമതി. സംസ്ഥാന സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരുവു നായ്ക്കളെ കൊല്ലാൻ അനുമതി നൽകിയത്. സുപ്രീം കോടതി ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതി ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്ഥാനത്ത് അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പേവിഷം ബാധിച്ചതും ആക്രമണകാരികളുമായ നായ്ക്കളെ അനുകമ്പാപൂർവ്വം കൊല്ലാമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ മെയ് 19 അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്.
എന്നാൽ വിധി നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് തെരുവുനായ ശല്യവും ആക്രമണവും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കർശന നടപടികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നേരിട്ട് അനുമതി നൽകിയത്. തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുകയും കടിയേൽക്കുന്നതും ആക്രമണവും പതിവാകുകയും ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് കൊല്ലാൻ അനുമതിയുള്ളത്. കൊല്ലുന്നതിന് മുമ്പ് തെരുവ് നായ്ക്കളെ യോഗ്യതയുള്ള വെറ്റിനറി ഡോക്ടർമാർ പരിശോധിക്കണം. 1960കളിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, 2023 അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളും പാലിച്ചിരിക്കണം. പേ ബാധിച്ച നായ്ക്കൾ, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗമുള്ള നായ്ക്കൾ, അപകടകാരികളായ നായ്ക്കൾ എന്നിവയെയാണ് കൊല്ലാൻ അനുമതിയുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ്, വെറ്റിനറി വകുപ്പ് എന്നിവയുടെ ഏകോപനത്തിലാണ് നടപടികൾ നടപ്പാക്കുക. നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള വന്ധീകരണ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്. വയോധികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. പാരിപ്പള്ളി എഴിപ്പുറം ചിറയിൽ പുത്തൻ വീട്ടിൽ ഗോപീഷാണ് പിടിയിലായത്. വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ വസ്ത്രമലക്കുകയായിരുന്ന വയോധികയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വയോധികയുടെ പരാതിയിലാണ് അറസ്റ്റ്. കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. മയ്യനാട് കൂട്ടിക്കട പീടികമുക്ക് സ്വദേശി സനൂജാണ് പിടിയിലായത്. 30 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും 30 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. ബൈക്കിൽ സഞ്ചരിച്ചായിരുന്നു കഞ്ചാവ് വിൽപ്പന. കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ശൂരനാട് തെക്ക് ഇഞ്ചക്കാട്ടാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ റെജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്നിയെ വെടിവെച്ചത്. കാർഷിക വിളകൾ നശിപ്പിക്കുകയും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡായ ഇഞ്ചക്കാട്ടാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെ ഷൂട്ടർ റെജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്നിയെ വെടിവെച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ രമേശ്, കലേഷ്, ഇഞ്ചക്കാട് രാജൻ, ശ്രീകുമാർ, അഖിൽനാഥ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള കർഷക സംഘം കൊല്ലം ജില്ലാ സമ്മേളനം 30, 31 തീയതികളിൽ പത്തനാപുരത്ത് നടക്കും. കൊടിമര പതാക ജാഥകൾ ജൂലൈ 29 നടക്കും. ഓഗസ്റ്റ് 1 പത്തനാപുരം ടൗണിൽ കർഷക റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള കർഷക സംഘത്തിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം 30, 31 തീയതികളിലായി പത്തനാപുരത്ത് നടക്കും. കൊടിമര പതാക ജാഥകൾ ജൂലൈ 29 കൊടിമര പതാക ജാഥകൾ പത്തനാപുരം മഞ്ചള്ളൂരിൽ സംഗമിച്ച നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളന നഗരിയായ ടൈറ്റസ് സെബാസ്റ്റ്യൻ നഗറിൽ എത്തിച്ചേരും. പ്രതിനിധി സമ്മേളനം ജൂലൈ 30 രാവിലെ 9:30 പത്തനാപുരം ന്യൂ മംഗല്യ ഓഡിറ്റോറിയത്തിലെ KV രാമകൃഷ്ണൻ നഗറിൽ അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മികച്ച കർഷകരെ AIKS കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA ആദരിക്കും. 31 രാവിലെ 9:30 മുതൽ പൊതുചർച്ചയുടെ മറുപടി, പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. ഓഗസ്റ്റ് 1 വൈകിട്ട് 5 പത്തനാപുരം ടൗണിൽ കർഷക റാലിയും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൈദരാബാദിൽ നവംബർ ആദ്യവാരം നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ സമ്മേളനത്തിന്റെയും ആലപ്പുഴയിൽ സെപ്റ്റംബർ 18 മുതൽ 20 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെയും മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, കർഷക സംഘം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി S സത്യൻ, ട്രഷറർ VK അനിരുദ്ധൻ, H നജീബ് മുഹമ്മദ്, AB അൻസാർ എന്നിവർ അറിയിച്ചു. കേരള കർഷക സംഘത്തിന്റെ 28ാമത് കൊല്ലം ജില്ലാ സമ്മേളനമാണ് ജൂലൈ മാസം 29, 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ പത്തനാപുരത്ത് വെച്ച് നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ 6,86,000 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 450 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 29ാം തീയതി കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ അഞ്ചൽ പുല്ലൂർ വഴി പത്തനാപുരത്തെത്തും. ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥ ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, കുന്നിക്കോട് വഴി പത്തനാപുരത്തെത്തും. ഇരു ജാഥകളും 29ാം തീയതി വൈകുന്നേരം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നതോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് സമാരംഭം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പുനലൂർ വാളക്കോട് പാലത്തോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് റെയിൽവേ NOC നൽകുന്നത് വൈകുന്നു. ഇതുമൂലം ദേശീയപാത വിഭാഗത്തിന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. നിലവിലെ പാലത്തോട് ചേർന്ന് മേൽപ്പാലവും നടപ്പാലവും നിർമ്മിക്കാനാണ് പദ്ധതിയുള്ളത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ മേൽപ്പാലമാണ് പുനലൂർ വാളക്കോട്ടെ പാലം. ഇതിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് റെയിൽവേയുടെ NOC വൈകുന്നത്. ഇതിനാൽ പദ്ധതി മുന്നോട്ട് പോകാത്ത സ്ഥിതിയാണ്. റെയിൽവേയുടെ പച്ചക്കൊടി കിട്ടാത്തതിനാൽ ദേശീയപാത വിഭാഗത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒരു നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതും 4.5 മീറ്റർ വീതിയുള്ളതുമായ നിലവിലെ പാലത്തോട് ചേർന്ന് പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതി 6 മാസം മുൻപാണ് തയ്യാറാക്കിയത്. ഇതിനുള്ള ജനറൽ ഡ്രോയിങ് ആൻഡ് അലൈൻമെന്റ് റെയിൽവേക്ക് സമർപ്പിച്ചതായും റെയിൽവേയുടെയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന പൂർത്തിയാക്കിയതായും NK പ്രേമചന്ദ്രൻ MP അറിയിച്ചിരുന്നു. നിലവിലെ പാലത്തോട് ചേർന്ന് വടക്കുഭാഗത്തായി 5.5 മീറ്റർ വീതിയിൽ മേൽപ്പാലവും മറുഭാഗത്ത് കാൽനടയാത്രക്കാർക്കായി നടപ്പാലവും നിർമ്മിക്കാനാണ് പദ്ധതി. നിലവിലെ പാലത്തിന്റെ കീഴിലായി റെയിൽവേ നിർമ്മിച്ചിട്ടുള്ള തുരങ്ക സമാനമായ നിർമ്മിതിക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കാൻ റെയിൽവേ NOC നൽകിയാലേ ദേശീയപാതയ്ക്കും മരാമത്ത് വകുപ്പിനും തുടർ നടപടികൾ എടുക്കാൻ കഴിയൂ. 2024 ഒക്ടോബറിൽ NK പ്രേമചന്ദ്രൻ MPയുടെയും മുൻ MLA PS സുബാലിന്റെയും നേതൃത്വത്തിൽ പുനലൂരിൽ ചേർന്ന യോഗത്തിൽ നിലവിലെ പാലത്തിനോട് ചേർന്ന് 5.5 മീറ്റർ വീതിയിൽ സമാന്തര പാതയും 4.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി 2025 ഏപ്രിലിൽ ദേശീയപാത അതോറിറ്റി 3.57 കോടി രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ ദേശീയപാത വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എന്നാൽ പാലത്തിനടിയിലെ നിർമ്മിതിക്ക് മീതെ ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് സുരക്ഷിതമല്ലെന്ന റെയിൽവേയുടെ കണ്ടെത്തലിനെ തുടർന്ന് പദ്ധതി നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. TP പത്മനാഭനാചാരി സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. പ്രൊഫസർ GK ശശിധരനാണ് അവാർഡ് സമ്മാനിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ പുരസ്കാരം കൈമാറി. TP പത്മനാഭനാചാരി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2026 സാഹിത്യ പുരസ്കാരം അധ്യാപകനും ഗവേഷകനും സാഹിത്യകാരനുമായ പ്രൊഫസർ GK ശശിധരന് കൈമാറി. മന്ത്രി ബിന്ദു കൃഷ്ണയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പ്രൊഫസർ GK ശശിധരൻ രചിച്ച അദ്വൈതത്തെ ശാസ്ത്രമാക്കിയ മഹർഷി ശ്രീനാരായണ ഗുരുദേവൻ എന്ന കൃതിക്കാണ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. K ലക്ഷ്മൺ സ്മാരക സാഹിത്യ പുരസ്കാരം ഡോക്ടർ വെള്ളിമൺ നെൽസൺ ഏറ്റുവാങ്ങി. ആറ്റൂർ ശരത്ചന്ദ്രന്റെ വിവസ്ത്രയായ പാഞ്ചാലി എന്ന കാവ്യ സമാഹാരവും മന്ത്രി പ്രകാശനം ചെയ്തു. TP പത്മനാഭനാചാര്യയുടെ സ്മരണാർത്ഥം ഇങ്ങനൊരു സംഘടന രൂപീകരിച്ച് പരിപാടികൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ ഇടവരുന്നത്. നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള എത്രയോ മഹാരഥന്മാരുടെ ജീവിതം, കഠിന പ്രയത്നം നമുക്ക് ഉപകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ TP പത്മനാഭനാചാരി സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുവാൻ, ഒപ്പം തന്നെ ശ്രീ ആറ്റൂർ ശരത്ചന്ദ്രൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കൊല്ലത്ത്. അദ്ദേഹവും ഇതുപോലെ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ ഭാരവാഹിയായിരുന്നു കൊണ്ട് സാംസ്കാരിക രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യാനുണ്ട്. യാദൃശ്ചികം ഇവിടെ വന്നപ്പോഴാണത് മനസ്സിലാക്കുന്നുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് പറയാൻ അറിയുന്നില്ല. പക്ഷെ ഒന്നുറപ്പാണ്, വായനക്കാർക്ക് തീർച്ചയായും നല്ല ഒരനുഭൂതി നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ആറ്റൂർ ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശ്രാമ സുനിൽ സ്വാഗതം പറഞ്ഞു. V സുധാകരൻ, ഗോപിനാഥ് പെരുനാട്, P വിജയബാബു, TP ശശാങ്കൻ, K പ്രസാദ്, പുതിയപാലം മോഹൻ, ആറ്റൂർ ശാർദരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി. സംസ്ഥാന സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത്. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലാനാണ് അനുമതിയുള്ളത്.
ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 ജില്ലാതല ഉദ്ഘാടനം കൊല്ലത്ത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.